Hi dear students, good morning. ഓപ്പറേഷൻ റിസർച്ചിലെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലെ വിവിധ ടെക്നിക്കുകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രണ്ട് ടൈപ്പാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡും ഒന്ന് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡും. ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡിലെ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു. അതിൻ്റെ അൽഗോരിതം ഞാൻ അതിൻ്റെ കൂടെ പറഞ്ഞു. അത് തന്നെയാണ് അൽഗോരിതം. അപ്പോൾ അൽഗോരിതം എപ്പോഴും നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി പഠിക്കാം. എങ്കിലും അൽഗോരിതം ഞാനൊന്ന് ജസ്റ്റ് പറയാം. നിങ്ങൾ ഇതുപോലെ തന്നെ നോട്ടിൽ എഴുതണമെന്നില്ല, നിങ്ങൾ ഓൺ വേർഡ്സിൽ നോട്ടിൽ എഴുതിയാൽ മതി. അപ്പോൾ അൽഗോരിതം നോക്കാം. Algorithm of least cost method. Step 1. Select the cell the lowest the transportation cost among all the row or column of the transportation problem. ഏറ്റവും ചെറിയ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്ന സെല്ലാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. ഫസ്റ്റ് ചെയ്യേണ്ടത് അതാണ്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലെ ടേബിളിലെ ഏറ്റവും ലീസ്റ്റായിട്ടുള്ള നമ്പറാണ് അല്ലെങ്കിൽ സെല്ലാണ് നാം സെലക്ട് ചെയ്യേണ്ടത്. അതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പ് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ടാവും. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്, ഇഫ് ദർ ആർ മോർ ദാൻ 2 ലോവസ്റ്റ് സെൽ കോസ്റ്റ് വി ക്യാൻ സെലക്ട് ദ സെൽ ഫോർ അലൊക്കേഷൻ ആർബിട്രറി. ഒന്നിൽ കൂടുതൽ നമ്പർ വരിക. നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ തന്നെ അങ്ങനെ കണ്ടിരുന്നു. 0 2 ഇടങ്ങളിലായിട്ട് കണ്ടിരുന്നു. ഏറ്റവും ലീസ്റ്റായിട്ടുള്ള കോസ്റ്റ് 0 ആയിരുന്നു. 0 2 സെല്ലിലും കണ്ടിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇഫ് ദർ ആർ മോർ ദാൻ 2 ലോവസ്റ്റ് സെൽ കോസ്റ്റ് വി ക്യാൻ സെലക്ട് ദ സെൽ ഫോർ അലൊക്കേഷൻ ആർബിട്രറി. അലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് എടുക്കേണ്ടത്. നമ്മളെടുക്കുമ്പോൾ റോ ബേസ്ഡിലാണ് ആദ്യം കൺസിഡർ ചെയ്യുക. റോ ബേസ്ഡ് കൺസിഡർ ചെയ്യുമ്പോൾ ആദ്യം വരുന്ന സെല്ല് ഏതാണോ ആ സെല്ല് പരിഗണിക്കുക. അതാണ് രണ്ടാമത്തേതായിട്ടുള്ള സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അസൈൻ മാക്സിമം യൂണിറ്റ് ഇൻ ദ ലോവസ്റ്റ് കോസ്റ്റ് സെൽ, എലിമിനേറ്റ് ദാറ്റ് കോളം ഓർ റോ. അങ്ങനെ ഒരു സെല്ല് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ലിൽ ഉൾക്കൊള്ളിക്കാവുന്ന മാക്സിമം പോയിൻറ്റിനെ ഉൾക്കൊള്ളിക്കുക. അത് സപ്ലൈ ഡിമാൻഡ് നോക്കുക. സപ്ലൈ ആണോ ഡിമാൻഡ് ആണോ ചെറുത് നോക്കുക. അതിൽ ഏറ്റവും ആ വാല്യൂ ആണ് നമുക്ക് ഈ സെല്ലിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വാല്യൂ. അപ്പോൾ ഡിമാൻഡ് സപ്ലൈ നോക്കി അതിൽ വരുന്ന ചെറിയ വാല്യൂ ആണ് ആ ഒരു സെല്ലിലെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞത്. അതിനെ അസൈൻ ചെയ്യാം. ദെൻ ലാസ്റ്റ് വൺ, കൺസിഡർ ദ റെഡ്യൂസ്ഡ് മാട്രിക്സ് ടേബിൾ ആൻഡ് സെലക്ട് അനദർ ലോവസ്റ്റ് കോസ്റ്റ് സെൽ ആൻഡ് കണ്ടിന്യൂ ദ പ്രോസസ് അബോവ് വി ഗെറ്റ് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ. ഈ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ അതിൽ നിന്നും ചില റോ കോളംസ് എല്ലാം റിമൂവ് ആവും. ഈ ഒരു പ്രോസസ്സ് വീണ്ടും അത് അടുത്ത ലോവസ്റ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുക. ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നവരെ ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കുക. അതിൽ നിന്ന് നമുക്ക് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കാൻ കഴിയും. ഇതാണ് നമ്മൾ പഠിച്ച പ്രോബ്ലത്തിൻ്റെ തന്നെയാണ് അൽഗോരിതം. ഇനി അടുത്തത് ഒരു മെത്തേഡ് കൂടി ഇതിൽ പഠിക്കാനുള്ളത് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.